ഹലോ, ഏവർക്കും സ്മാർട്ട് ബീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വർക്കൗട്ടിൽ നമ്മൾ 35 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യങ്ങളുടെ നിലവാരമൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നമുക്കത് മനസ്സിലായ കാര്യമാണ്. നിലവാരം നല്ലപോലെ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. സോ നമ്മൾ ഇത്തിരി അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നിലവാരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. സോ നിങ്ങൾ 33+ നേടുകയാണെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് കാറ്റഗറിയിലാണ്. 30+ ആണെങ്കിൽ എക്സലന്റ് ആണ്. 27+ ആണെങ്കിൽ വെരി ഗുഡും. 25+ലാണെങ്കിൽ ഗുഡുമാണ്. 25-ൽ താഴെയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പിള്ളേരെ, ബിലോ ആവറേജ് ആയിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ച് കയറി വരും. എനിക്കറിയാം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് കൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം എനിക്കറിയാം. ഇന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അടുത്ത് പറഞ്ഞായിരുന്നു, സാറ് നമ്മളിങ്ങനെ ഓപ്ഷൻ വിട്ടിയെടുക്കുന്ന പരിപാടിയൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായി എക്സാം ഹാളിലെന്ന്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, യൂസ്ഫുൾ ആവും കേട്ടോ. ഓക്കെ, ശരി. ഇത് ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എഴുതിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഈ ക്വസ്റ്റ്യൻ 3, ക്വസ്റ്റ്യൻ 4 അങ്ങനെ നമ്പർ ഇട്ട് കാണുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതുക. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതുക എന്നാണ് ചോദ്യം. വാസ്കോഡഗാമ ഇന്ത്യയിലെത്തി 1498 അപ്പൊ എയുടേത് 3 വരും. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഒരെണ്ണം നിങ്ങൾ കിട്ടിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് ചെല്ലാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരെണ്ണം കണ്ടുപിടിച്ചാൽ തന്നെ ചിലപ്പോൾ ഉത്തരം എടുക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾ നോക്കിയാണ്ട A3 എത്ര ഓപ്ഷൻ ഉണ്ട്? A3 ഒരൊറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, അത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏത് തന്നെയാണ്? ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ, ഈ മെത്തേഡ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലപോലെ സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ടൈം മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യം നോക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510-ലാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം വരുന്നത് 1664-ലാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഞാൻ പറഞ്ഞ പോലെയുള്ള ആ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വട്ടോട്ട് വെച്ചോണം. എന്താണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ബന്ധമില്ലാത്ത, ബന്ധമുള്ളത്, അല്ലെങ്കിൽ ശരിയായത്, ശരിയല്ലാത്തത്, തെറ്റായത്, അങ്ങനെ പല വാക്കുകൾ ചോദ്യത്തിൽ കാണാം. അപ്പോൾ അത് എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവൂ. ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനം ആയിരുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നാലാമത്തെ നോക്കിയേ: ഖിലാഫത്ത് പ്രശ്നത്തിന്റെ പരിഹാരം കാണുക. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ളതാണ്. പഞ്ചാബ് പ്രശ്നത്തിന്റെ പരിഹാരം കാണുക. അതും നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ളതാണ്. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക. അത് നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തതാണ്. സോ ആൻസർ ഓപ്ഷൻ ബി വരും. കേട്ടോ. പിന്നെ പുതുതായി ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ക്വസ്റ്റ്യൻ ഒന്ന് പൗസ് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടു, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരം എഴുതിയതിനു ശേഷം വീഡിയോ തുറന്ന് കാണുക. ഓക്കെ, സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു കാര്യം അറിയാം, പുതുതായിട്ട് കാണുന്ന കുട്ടികളോട് പറഞ്ഞതാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം: നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഒരുപാട് ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടത്തില്ല. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്, പക്ഷേ ഇത് ഒരു അധികം കണ്ടിട്ടില്ലാത്ത ചോദ്യം ആയതുകൊണ്ട് പലർക്കും ഉത്തരം കിട്ടത്തില്ല. ഇവിടെ ആൻസർ വരുന്നത് നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഓപ്ഷൻ ബി ആണ്. രുദ്രസാഗർ തടാകമാണ് ആൻസർ. ഓപ്ഷൻ ബി, രുദ്രസാഗർ തടാകമാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു point പറഞ്ഞുതരാം. ഈ രുദ്രസാഗർ തടാകം എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ത്രിപുരയിലാണ് കേട്ടോ. ത്രിപുരയിലാണ് രുദ്രസാഗർ തടാകം എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. അടുത്ത ചോദ്യം: സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് പിള്ളേരെ? ഓപ്ഷൻ ബി, ഫ്രാൻസ് ആണ്. നമുക്കറിയാം 24 സമയമേഖലകളാണ് നമ്മുടെ ലോകത്താകപ്പാടമുള്ളത്. അതിൽ 12 സമയമേഖലകൾ ഫ്രാൻസിലുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഒരു സമയമേഖലയേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സമയമേഖല ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ സമയം എങ്ങനെയാണ്?
5.5 മണിക്കൂർ അല്ലെ 5.5 മണിക്കൂർ മുന്നിലോട്ടാണ് ഇന്ത്യ. 5.5 മണിക്കൂർ മുന്നിലോട്ടാണ് ഇന്ത്യ. ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഇന്ത്യ 5.5 മണിക്കൂർ മുന്നിലോട്ടാണ്. ഈ 5.5 മണിക്കൂറിൽ ആർക്കും സംശയം കാണാറില്ല. പക്ഷെ മുന്നിലോട്ടാണോ പിന്നിലോട്ടാണോ എന്നുള്ള ഡൗട്ട് വരാറുണ്ട്. ഇന്ത്യ എപ്പോഴും മുന്നിലാകണമെന്നില്ലേ നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഇന്ത്യ ഇവിടെ മുന്നിലാണെന്ന് ഓർത്ത് വെച്ചിരുന്നത്. ഇന്ത്യ എപ്പോഴും മുന്നിലായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഇതും ഒരുപാട് ആൾക്കാർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്, പക്ഷെ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ശിലാവൽക്കരണം. ശിലാവൽക്കരണം, ഓപ്ഷൻ സി, ശിലാവൽക്കരണമാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത് ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം. ഇതും അത്യാവശ്യം ടൈറ്റ് ആവും ക്വസ്റ്റ്യൻസ്, പക്ഷേ ഇത് പ്രീവിയസ് ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾ കിട്ടുകയും ചെയ്യും. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എന്ത് ചെയ്യുന്നത്? വളരെ സ്ഥിതി ചെയ്യുന്നത്. അതിങ്ങനെ ഓർത്താൽ മതി നിങ്ങൾ. ഈ മദ്യപിക്കുമ്പോൾ കിട്ടുന്ന ബന്ധങ്ങൾ കട്ടയ്ക്ക് നിൽക്കുന്നതായിരിക്കും. നമ്മൾ ഈ പുരുഷന്മാർ പറയുന്ന കാര്യമാണ്. ഇപ്പൊ വെള്ളോടി കാരണം ഉണ്ടാകുന്ന ബന്ധങ്ങൾ കേട്ടാ, അത് കാരണം തന്നെയാണ് ആൾക്കാർ അങ്ങോട്ട് അടിച്ച് മരിക്കുന്നതും. എന്നാലും ഒരു കാര്യം, ഇപ്പം മറ്റേ മനസ്സൊന്നും സംസാരിക്കുന്നതൊക്കെ വെള്ളം അടിക്കുമ്പോഴല്ലേ. അപ്പം മദ്യപാനം കാരണം ബന്ധങ്ങൾ കട്ടയ്ക്ക് നിൽക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചിരുന്നത്. അപ്പം മധ്യപ്രദേശ് ബാന്ധവ്ഗഡ് ദേശീയോദ്യാനമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എല്ലാ ചോദ്യവും ഇങ്ങനെ സ്ഥിരം കാണാത്തതാണല്ലേ. എനിക്കറിയാം, ഞാൻ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതാണ്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, മനസ്സിലായ? കാരണം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയ പുതിയ ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്ത് അത് നമുക്ക് വീണ്ടും ചോദിക്കുമ്പോൾ നമുക്ക് മാത്രം മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം നമ്മുടെ പിള്ളേർ. ഓക്കെ, അപ്പോൾ സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലെന്ന് കേട്ട് കഴിഞ്ഞാൽ ദേശീയപാത 1-ലാണ്, NH 1-ലാണ് സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഇത് എവിടെയാണെന്ന് കേട്ടാൽ ജമ്മു കാശ്മീരിലാണ് ഈ സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഗഗാംഗീറിനെയും ജമ്മു കാശ്മീരിൽ ഗഗാംഗീറിനെയും അതുപോലെ സോനാമാർഗിനെയും ബന്ധിപ്പിക്കുന്ന 6.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ് ഏത്? സോനാമാർഗ് തുരങ്കം. ഓക്കെ, കുറച്ചവർക്ക് കിട്ടി കാണും, പക്ഷെ ഒരുപാട് പേര് ഇത് സ്കിപ്പ് ചെയ്ത് കാണും. ഓക്കെ, ഒരുപാട് പേർക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ പഠിച്ചിരിക്കുക. ചോദ്യം വീണ്ടും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അടുത്ത ചോദ്യം നല്ലൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 16 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഇവിടെ 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി ഇല്ല, അത് ശരിയാണ്. 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 15% നികുതി, അത് തെറ്റാണ്. 16 മുതൽ 20 വരെ, 14 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ളവർക്ക് 20% നികുതി വരുന്നത്. 20% നികുതി വരുന്നത്. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതിയാണ്. 5% നികുതിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. 1ഉം 3 ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഈ നികുതി സ്ലാബുകൾ പറഞ്ഞുതരാം. അതായത് ഇൻകം ടാക്സ് സ്ലാബ് 2025, 26, 2025, 26 ഈ ഇൻകം ടാക്സ് സ്ലാബ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും, പഠിച്ചു വെച്ചോളാം. ഓക്കെ, 4 ലക്ഷം വരെ നികുതിയില്ല. 4 ലക്ഷം വരെ നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം വരെ 5% നികുതിയാണ്. 8 മുതൽ 12 വരെ 10% നികുതിയാണ്. 12 മുതൽ 16 വരെ 15% നികുതിയാണ്. അതുപോലെ തന്നെ 16 മുതൽ 20 വരെ 20% നികുതിയാണ് കേട്ടോ. 16 മുതൽ 20 വരെ 20% നികുതിയാണ്. 20 മുതൽ 24 വരെ 25% നികുതിയും. 24 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 30% നികുതിയുമാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോണം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഒരു സൈഡിൽ 4ന്റെ ഗുണിതങ്ങളും ഒരു സൈഡിൽ 5ന്റെ ഗുണിതങ്ങളുമാണ് പോണത്. അപ്പൊ ആ രീതിയിൽ ഇതൊന്ന് ഓർത്ത് വെച്ചോണേ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പല ആൾക്കാർക്ക് ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും ചോദിക്കത്തില്ല എന്നുള്ളൊരു മൈൻഡ് വരാറുണ്ട്. അവർ ഈ
ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അവർ ഈ പണ്ട് പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോ തന്നെ 2018 റാങ്ക് ഫെയിൽ വെച്ച് പഠിച്ചാൽ മതി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പല ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല ഈ ചോദ്യം മാറിയതും ഈ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ പഠിക്കണമെന്നുള്ളതും അത് പലർക്കും അറിയത്തില്ല. അവരിപ്പോഴും പണ്ട് മുതലേ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം അങ്ങനെയുള്ള രീതിയിൽ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് ഞാൻ ഇത്ര വർഷം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. എന്താണ് പഠിക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ചോദ്യം മാറുന്നതെന്നും മനസ്സിലാക്കി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. മനസ്സിലായ? ചില കമൻറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ, ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം. സോ അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പം 4 ലക്ഷം വരെ നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം വരെ 5% നികുതി. 8 മുതൽ 12 ലക്ഷം വരെ 10% നികുതി. 12 മുതൽ 16 വരെ 15% നികുതി. 16 മുതൽ 20 വരെ 20% നികുതി. 20 മുതൽ 24 വരെ 25% നികുതിയും 24 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 30% നികുതിയുമാണ്. ഓക്കെ, ഇത് കിട്ടാൻ പാടാണ്. കുറെ ആൾക്കാർക്ക് പഠിച്ചിട്ടുള്ളതിൽ അഡ്വാൻസ് ആയിട്ടുള്ള പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ക്വസ്റ്റ്യൻ കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ബാങ്കിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കളർ മാറ്റിക്കോട്ടെ. 1967 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. എടാ, അത് 67-ലാണോ 69-ലാണോ? 69-ലല്ലേ പിള്ളേരെ? അപ്പൊ 69-ലാണ്. അപ്പൊ അത് തെറ്റാണ്. ഒന്നാമത്തെ തെറ്റാണ്. സോ ആൻസർ ആയി. കാരണം ഒന്നാമത്തെ തെറ്റാണ്. നമുക്കിവിടെ വേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഓപ്ഷൻ എയിൽ 1 ഉണ്ട്, ഓപ്ഷൻ സിയിൽ 1 ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ 1 ഉണ്ട്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കി, നമ്മൾ എത്ര സെക്കൻഡ് എടുത്ത് കാണും? ഒരു 15 സെക്കൻഡിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എടുത്തു. ഇത് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ. മനസ്സിലായി? പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷ ഈസിയായിട്ട് മാറും വളരെ ഉറപ്പാണ് കേട്ടോ. ശരി, ഇനി അടുത്ത് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. ശരിയായിട്ടുള്ള പ്രസ്താവന. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975-ലാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, ക്ലിയർ ആണ്. RRB എന്ന് ചിലപ്പോൾ ചോദിക്കണം. അത് രണ്ടും ഒന്ന് തന്നെയാണ്. RRB എന്നോ റീജിയണൽ റൂറൽ ബാങ്ക് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ 1975-ആണ് കേട്ടോ. അടുത്ത, ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. ഈ ഒരു സാധനം എടുത്ത് പഠിച്ചോണം. നമ്മൾ SCRT തന്നെ ഉണ്ട് GST ലയിക്കപ്പെട്ടിട്ടുള്ള നികുതികൾ ഏതൊക്കെയാണെന്ന്. വിനോദ നികുതിയുമുണ്ട്, പ്രവേശന നികുതിയുമുണ്ട്, പരസ്യ നികുതിയുമുണ്ട്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3. 1, 2 and 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. 1995-ൽ നൊബേൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. തെറ്റാണ്. അമർത്യ സെന്നിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷമൊക്കെ നമ്മൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 98-ലാണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഉത്തരം കിട്ടി. ബി വെട്ടാം, സി വെട്ടാം, ഡി വെട്ടാം. എന്തുകൊണ്ടാണ് വെട്ടിയെന്ന് നമ്മളെ പിള്ളേർക്ക് അറിയാം. എന്തുകൊണ്ടാണ്? 1 തെറ്റായതുകൊണ്ട് നമ്മൾ വെട്ടി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 2 and 3. ഇങ്ങനെ ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത പോയിന്റ്സ് വായിക്കാതെ പോകരുത്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിന് അപാകത ചൂണ്ടിക്കാട്ടി. ശരിയാണ്. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. അതും ശരിയാണ്. സോ കിട്ടി, മാർക്ക് കിട്ടി. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ശരിയാണ്. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. അതും ശരിയാണ്. ഈ തോറിയം നിക്ഷേപം കൂടെ പറഞ്ഞുതരാം. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിലാണ് തോറിയം നിക്ഷേപം കാണപ്പെടുന്നത് കേട്ടോ. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിലാണ് തോറിയ നിക്ഷേപം കാണപ്പെടുന്നത്. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് യുറേനിയം നിക്ഷേപമുള്ളത്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അതും ശരിയാണ്. പലർക്കും ഡൗട്ട് വരും, ഇൽമനൈറ്റ്, റൂട്ടൈൽ ഇതൊക്കെ ടൈറ്റാനിയത്തിന്റെ അയിലല്ലേ? പക്ഷെ അതിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. മോണോസൈറ്റ്, ഇൽമനൈറ്റ്. ഓക്കെ, അപ്പോൾ വളരെ ഓപ്ഷൻ സി ആണ്. 1, 2 and 3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നെല്ലിനെ കുറിച്ചാണ്. നെല്ല്, ഗോതമ്പ്, ചോളം. നെല്ല്, ഗോതമ്പ്, ചോളം, പരുത്തി, കരിമ്പ്.
നെല്ല്, ഗോതമ്പ്, ചോളം, പരുത്തി, കരിമ്പ്, റബ്ബർ, ഇത്രയും സാധനങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ വിള എന്ന രീതിയിൽ നിങ്ങളൊന്ന് നോക്കി വെച്ചോണം കേട്ടോ. ഓക്കെ. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്, ശരിയല്ലേ? നമ്മുടെ പ്രധാന ആഹാരത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് നെല്ലല്ലേ? അത് ശരിയാണ്. അപ്പോൾ ഒന്ന് ശരിയാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്, അതും ശരിയാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം, എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം, അതും ശരിയാണ്. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി 1, 2 and 3 ആണ് ആൻസർ. എക്കൽ മണ്ണ് എങ്ങനത്തെ എക്കൽ മണ്ണെന്ന് അറിയോ നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ളത്? നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് സമതല പ്രദേശങ്ങളിലെ എക്കൽ മണ്ണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആറാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ ചോദ്യം വരുന്നുണ്ട്. നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്, അതിർത്തി നിർണയ കമ്മീഷൻ. ഓപ്ഷൻ സി, അതിർത്തി നിർണയ കമ്മീഷനാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിർത്തി നിർണയ കമ്മീഷനാണ്. അടുത്ത ചോദ്യം, ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. സീറ്റുകളുടെ സംവരണം നമുക്കറിയാം, SC ST വിഭാഗങ്ങൾക്കും വനിതാ വിഭാഗങ്ങൾക്കുമാണ് എന്ത് ചെയ്യുന്നത്? സീറ്റ് സംവരണം വരുന്നത്. SC ST വനിതാ വിഭാഗങ്ങൾക്ക് ആ ഒരു സംവരണം വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. അനുച്ഛേദം 243D. 243D. ബാക്കിയുടെ പറഞ്ഞുതരാം. 241A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമസഭയെ കുറിച്ചാണ്. 241B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുകളുടെ ഭരണഘടന, പഞ്ചായത്തുകളുടെ ഭരണഘടനയാണ് 243B. 243C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുകളുടെ ഘടനയാണ് 243C. അപ്പൊ 243A എന്ന് പറഞ്ഞാൽ ഗ്രാമസഭയെ കുറിച്ച് പറയുന്നു. 243B എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളുടെ ഭരണഘടന. 243C എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളുടെ ഘടന, സ്ട്രക്ചർ ഓഫ് പഞ്ചായത്ത്. 43Dയിലാണ് എന്ത് വരുന്നത്? ഡിയിലാണ് പിള്ളേരെ സംവരണം വരുന്നത് കേട്ടോ. വനിതാ സംവരണവും SC ST സംവരണവും ഒക്കെ പറയുന്നത് ഡിയിലാണ്. ഓക്കെ. താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. പിള്ളേരെ മൃഗസംരക്ഷണമാണ് ഒന്നാമത്തത്. മൃഗസംരക്ഷണം ഏത് ലിസ്റ്റിലാണ്? മൃഗസംരക്ഷണം അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അനിമൽ ഹസ്ബൻഡറി. മായം ചേർക്കൽ ഏതിലാണ്? മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റിലാണ്. വിദേശ വ്യാപാരം ഫോറിൻ ട്രേഡ് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? വിദേശ വ്യാപാരം അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ലോട്ടറിയും യൂണിയൻ ലിസ്റ്റിലാണ്. തൊഴിൽ സംഘടനകൾ കൺകറന്റ് ലിസ്റ്റിലാണ്. പൊതുജനാരോഗ്യം എവിടെയാണ് വരുന്നത്? പൊതുജനാരോഗ്യം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. വിവാഹവും വിവാഹമോചനവും വരുന്നത് ഏതിലാണ് പിള്ളേരെ? കൺകറന്റ് ലിസ്റ്റിലാണ്. സോ ഇവിടെ ബി വരും, അതുപോലെ തന്നെ നമ്മുടെ ഇ വരും, അതുപോലെ ജി വരും. BEG ആകുമ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. BEG. ഓക്കെ. അടുത്ത്, ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു, ചേരുമ്പോൾ ചേർക്കുക. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുമ്പോൾ അമേരിക്കയാണ്. അപ്പൊ ഇവിടെ 4 വരും. ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അടുത്ത്, അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും കാണുന്നതാണ് അല്ലേ? കാനഡയിൽ നിന്നാണ്. 3 വരും. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ അയർലാൻഡിൽ നിന്നാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. അപ്പൊ 2 വരും. അപ്പൊ 4, 3, 1, 2 ഓപ്ഷൻ എ ആണ് ആൻസർ. 4, 3, 1, 2 ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. ഓക്കെ. അടുത്ത്, പ്രധാന കമ്മീഷനുകളും അതിന്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു, ശരിയായവ കണ്ടെത്തുക. ഓക്കെ. മണ്ഡൽ കമ്മീഷൻ എന്താണ് പിള്ളേരെ? പിന്നാക്ക വിഭാഗ സംവരണമാണ്. അപ്പൊ മണ്ഡൽ കമ്മീഷൻ 2ാം പിന്നാക്ക കമ്മീഷൻ. അപ്പം 2 ആദ്യം വരും. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധമാണ്. അപ്പൊ കേന്ദ്ര സംസ്ഥാന ബന്ധം 4 വരും. അപ്പൊ 2ഉം 4ഉള്ള ഓപ്ഷൻ ഇവിടെ ഉത്തരമായി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ. അടുത്ത ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുക. ഷാ കമ്മീഷൻ. അപ്പൊ അത് എത്ര വരും? അത് 1 വരും. കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. അത് 3 വരും അല്ലെ? 3 വരും. ഓക്കെ. 2, 4, 1, 3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ.
ഇപ്പൊ ഇവിടെ പലർക്കും ഡൗട്ട് വരും, രണ്ടാം പിന്നാക്ക കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷനെങ്കിൽ ഒന്നാമത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഏതാണ്? ആകെ ഡൗട്ട് വന്നോ? ഒന്നായിരുന്നോ? പഠിക്കുന്ന പിള്ളേർക്ക് വരും. ഓക്കെ, പിള്ളേരെ, ഒന്നാമത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ 1953 കാക്ക കലേൽക്കർ കമ്മീഷനാണ് കേട്ടോ. 1953 കാക്ക കലേൽക്കർ കമ്മീഷനാണ് ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ. രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അതാണ് മണ്ഡൽ കമ്മീഷൻ കേട്ടോ. അതാണ് മണ്ഡൽ കമ്മീഷൻ, അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഷാ കമ്മീഷൻ നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുക, ഷാ കമ്മീഷൻ. 1977 കമ്മീഷനാണ്. 77 നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഷാ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചോണേ. അടുത്ത, ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? വളരെ ഗ്രാൻവിൽ ഓസ്റ്റിന്റെ അഭിപ്രായമാണിത്. അതായത് ഇതൊരു വിമർശനമാണ്. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്, ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇന്ത്യയിലെ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ഇത് ആര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഗ്രാൻവിൽ ഓസ്റ്റിൻ പറഞ്ഞ വാക്കാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഈ ഗ്രാൻവിൽ ഓസ്റ്റിന്റെ വേറൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മുടെ ഈ മൗലിക കർത്തവ്യങ്ങളല്ല, മാർഗനിർദ്ദേശ തത്വങ്ങൾ, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അതിനെ നമ്മുടെ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് പറഞ്ഞത് ഗ്രാൻവിൽ ഓസ്റ്റിനാണ് കേട്ടോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മനസ്സാക്ഷിയാണ് ഈ പറയുന്ന DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത് ഗ്രാൻവിൽ ഓസ്റ്റിനാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറി ആയിട്ട് വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. പിള്ളേരെ, നമ്മുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. നമുക്കറിയാം 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ആര്? ജ്ഞാനേഷ് കുമാർ അല്ലേ. ഓക്കെ, ആ പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ചോണേ. താഴെ പറയുന്നതിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് സേനയ്ക്ക് കീഴിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് കേരള സിവിൽ ഡിഫൻസ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ട് തോന്നും. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലും തെറ്റൊന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഒരു തെറ്റ് വരുന്നുണ്ട്. ഈ കേരള സിവിൽ ഡിഫൻസ് പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തന പരിശീലനം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ചു തന്നെയാണ്. പക്ഷെ അത് പോലീസ് സേനയാണോ? അല്ല, അത് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ കീഴിലാണ് കേട്ടോ. ഫയർഫോഴ്സിന്റെ കീഴിലാണ്. ഫയർഫോഴ്സിന്റെ കീഴിലാണ് അത് വരുന്നത് കേട്ടോ. അപ്പൊ അതാണ് മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത്. നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. അപ്പൊ 2 തെറ്റാണ്. അപ്പൊ 1, 3, ഓപ്ഷൻ സി 1, 3 ആൻസർ ആയിട്ട് വരുന്നത്. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി, ഇത് നമ്മുടെ PSC ബുള്ളറ്റിനൊക്കെ പഠിച്ച കുട്ടികൾക്ക് കണ്ടു കാണും. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2005 നടന്നത് എവിടെ വെച്ചിട്ട്? ബോൾഗാട്ടി, കൊച്ചിയിലെ ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ. ബോൾഗാട്ടി. ഓക്കെ, PSC ബുള്ളറ്റിൻ കണ്ടേഴ്സ് നോക്കിക്കോണേടാ. അടുത്ത്, വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. 96 മാർച്ച് 14 96 മാർച്ച് 14 വനിതാ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ AK ആന്റണിയാണോ ആ സമയത്ത് മുഖ്യമന്ത്രി? ആണ്. അപ്പോൾ 1 ശരിയാണ്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. അതും ശരിയാണ്. അധ്യക്ഷയും അംഗങ്ങളൊക്കെ സ്ത്രീകളായിരിക്കണം. M കമലമായിരുന്നു ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഇത് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു പോയിന്റ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പിള്ളേരെ, കമലമല്ല, സുഗതകുമാരിയാണ് ആദ്യത്തെ അധ്യക്ഷ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരവെടുക്കാം. കാരണം എന്താ, M കമലമായിരുന്നു ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ. അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായേ. നമുക്കിവിടെ വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് അല്ലേ, ശരിയായ പ്രസ്താവനകൾ. നിങ്ങൾ ഓപ്ഷനിലോട്ട് നോക്കിയേ, ഇവിടെ 3 ഉണ്ട്. A വെട്ടാം,
ഇവിടെയും 3 ഉണ്ട്, സി വെട്ടാം. ഇവിടെയും 3 ഉണ്ട്, ഡിയും വെട്ടാം. സോ ആൻസർ ഓപ്ഷൻ ബി വരും. നിങ്ങൾക്ക് ആന്റണി ആണോന്ന് അറിയേണ്ട ആവശ്യമില്ല. അംഗങ്ങൾ, അധ്യക്ഷാംഗങ്ങൾ സ്ത്രീകളായിരിക്കും, ആ ഒരു പോയിന്റ് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താപത്രിക സ്ത്രീ ശക്തിയാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, സുഗതകുമാരിയാണ് ആദ്യത്തെ അധ്യക്ഷ. അങ്ങനെ ഉത്തരവെടുക്കാം. മനസ്സിലായ? ഓക്കെ, അങ്ങനെ ഉത്തരവെടുക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്കത് ഇഷ്ടമാണത്. ഓക്കെ, അടുത്ത് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഒന്നാമത് നോക്കി, മിഠായി പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി ശരിയായിട്ടുള്ളതാണ്. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ, അതും ശരിയായിട്ടുള്ളതാണ്. സ്നേഹസാന്ത്വനം മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം, അത് തെറ്റാണ്. ഓക്കെ, സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്കുള്ള സഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം അല്ലെങ്കിൽ എൻഡോസൾഫാൻ. ഈ പദ്ധതി ഏതാ? മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം, അതും സ്ഥിരം ചോദ്യമാണ്. സ്നേഹപൂർവം. ഇതൊക്കെ തന്നെ എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് എഴുതി വെക്കും. നിങ്ങൾക്ക് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മാർക്ക് വീഴും പിള്ളേരെ, എഴുതി വെച്ചാൽ. അടുത്ത്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരെന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് സീറം എന്നാണ്. സീറം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ലടാ, നമുക്ക് ഈ മുറിവൊക്കെ ഉണ്ടായിട്ട് അവിടെ രക്തം കട്ടപിടിക്കുമല്ലോ, അതിനുശേഷം ഒരു ഇളം മഞ്ഞ കളർ ഒരു വെള്ളം പോലെ ഒരു ഭാഗം വരുമല്ലോ, അതിനെയാണ് സീറം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത്, മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏതാണ്? മാംസ്യത്തിന്റെ ദഹനം സഹായിക്കുന്ന രാസാഗ്നി ട്രിപ്സിൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ട്രിപ്സിൻ. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ജാർഖണ്ഡ് ആണ്. ഓപ്ഷൻ സി ജാർഖണ്ഡ്. ഈ പുതിയ റംസാർ സൈറ്റുകൾ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇടും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച നിങ്ങൾക്ക് ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് കിട്ടും. ഓക്കെ, അതിൽ ഞാൻ പുതിയ റംസാർ സൈറ്റുകൾ അവരുടെ സംസ്ഥാനം പറഞ്ഞുതരാം. അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് ഒന്ന് കണ്ടോണേ. ഓക്കെ, അടുത്ത്, ഒരു വസ്തുവിൻ്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു വസ്തുവിൻ്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ട് കഴിഞ്ഞാൽ ദ്രവ്യവുമായിട്ട് ബന്ധമില്ല. എസ്കേപ്പ് വെലോസിറ്റിക്ക് മാസുമായിട്ട് ബന്ധമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത്, ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്കയുടെ ആസ്ഥാനം എവിടെയാണ്? ഇവിടെ ഇപ്കയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ഡൽഹിയാണ്. ഇപ്കയുടെ ആസ്ഥാനം ഡൽഹിയാണ്. ഈ ഇപ്ക എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്നാണ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ബിഗ് ക്യാറ്റ് അലയൻസ് എന്നാണ് ഇപ്കയുടെ പൂർണ്ണരൂപം. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഇത് 2023 ഏപ്രിലിൽ ആരംഭിച്ച ഒരു പരിപാടിയാണ്. നമുക്കറിയാം 2023 ഏപ്രിൽ ആകുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആരംഭിച്ചിട്ട് 50 വർഷമായി. അതായത് 1973 ഏപ്രിൽ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഏതാ? കിട്ടിക്കാണും. പ്രോജക്റ്റ് ടൈഗർ ആണല്ലേ? പ്രോജക്റ്റ് ടൈഗർ. ആ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചിട്ട് 50 വർഷമായതിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ് ഈ പറയുന്ന ഇപ്ക എന്ന് പറയുന്നത്. ഡൽഹിയാണ് ആസ്ഥാനം കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ്? സയൻസിലെ ചോദ്യങ്ങൾ ഇപ്പം നല്ല നിലവാരത്തിലോട്ട് പോകുന്നുണ്ട്. സോ സയൻസിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. പ്രീവിയസ് ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതാണെങ്കിൽ ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജന നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. ശരിയാണ്. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസം നിർണ്ണയിക്കുന്നത്. അതും ശരിയാണ്. കാർബണിന്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 അതും ശരിയാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2 and 3. ഓക്കെ, ഇത് കുറേ ആൾക്കാർ കിട്ടിക്കാണത്തില്ല. സയൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ. കിട്ടാത്ത ആൾക്കാർ പഠിച്ചിരിക്കട്ടെ ഈ പോയിന്റ്സ്.
മടിയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മടിയൊക്കെ മാറ്റിയാലേ ഇത് PSC പഠനം അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിച്ചാലും നടക്കത്തുള്ളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് തന്നെ മുഴുവൻ ചെയ്ത് തീർക്കാൻ ക്ഷമയുള്ള ആൾക്കാർ ഒരുപാട് പേര് കുറവാണ് ഇപ്പം. ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഒരു പ്രസ്താവനകൾ ഏത്? മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങൾ ഉണ്ട്. 118 മൂലകങ്ങളുണ്ട്. അറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പ്രതീകം ഇവിടെ നിങ്ങൾക്ക് കണ്ടുകൂടല്ലേ, ചിലപ്പോൾ കാണാൻ പാടായിരിക്കും. ON എന്നാണ്. ON എന്നാണ്? അല്ല, OG ആണല്ലേ. OG ആണ്. ഒഗാനസ് ആണല്ലേ. OG ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. മൂന്നാമത്തത് അറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേര് ഒഗാനസൺ എന്നാണ്. അത് ശരിയാണ്. അതായത് ഇവിടെ 1ഉം 3ഉം ശരിയായിട്ട് വരും. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, 118 മൂലകങ്ങളുണ്ട്. 118ാമത്തെ മൂലകത്തിന്റെ പ്രതീകം ON എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് ആൻസർ OG ആണ്. അപ്പോൾ അത് തെറ്റാണ്. അറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേര് ഒഗാനസൺ എന്നാണ്. അടുത്ത് ചേരുംപടി ചേർക്കുക എന്നതാണ് ചോദ്യം. ജർമ്മൻ സിൽവർ, മിഷ് മെറ്റൽ, ചാൽക്കോജനുകൾ, ഹാലജനുകൾ. ഓക്കെ, ജർമ്മൻ സിൽവർ മിഷ് മെറ്റലോടെ നിന്നോട്ടെ. ചാൽക്കോജനുകൾ ഏതാ? ചാൽക്കോജനുകൾ ഗ്രൂപ്പ് 16 ആണ്. C1 വരും. C1 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? C1 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹാലജനുകൾ ഗ്രൂപ്പ് 17 ആണ്. ഹാലജനുകൾ ഗ്രൂപ്പ് 17 ആണ് അല്ലേ. 17 ആണ് ഹാലജനുകൾ. ഓക്കെ, അപ്പോഴ് D3 വരും. D3 നോക്കേ, C1 D3. ഇനി നമുക്ക് നോക്കാം ജർമ്മൻ സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോപ്പർ, സിങ്ക്, നിക്കല് എന്നീ മൂലകങ്ങളുടെ സങ്കരം. ജർമ്മൻ സിൽവർ എന്ന് പറഞ്ഞാൽ കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരമാണ്. ഓക്കെ, അതുപോലെ തന്നെ മിഷ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ലാന്തനൈഡുകളുടെ സങ്കരമാണ് ഏത്? മിഷ് മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അത്യാവശ്യം നിലവാരമുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ ചാൽക്കോജനുകളും ഹാലജനും വേറൊന്നും വേണ്ട, ഹാലജൻ മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ചാൽക്കോജൻ മാത്രം വെച്ച് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റി. ചാൽക്കോജൻ അല്ല, ഹാലജനും മാത്രം വെച്ച് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. കാരണം D3 ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ അങ്ങനെയൊക്കെ ആൻസർ എടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത ലാസ്റ്റ് ചോദ്യം. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. മികച്ച നടനുള്ള പുരസ്കാരം ഋഷഭ് ഷെട്ടിക്കായിരുന്നു. എ ശരിയാണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. ആനന്ദ് ഏകർഷിയുടെ ആട്ടമാണ് മികച്ച ചിത്രം. അതും ശരിയാണ്. മികച്ച പ്രാദേശിക സിനിമ, അതായത് മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളയ്ക്ക്, തരുൺ മൂർത്തിയുടെ, നമ്മുടെ തുടരും സിനിമ സംവിധാനം ചെയ്ത തരുൺ മൂർത്തിയുടെ സൗദി വെള്ളയ്ക്കായിരുന്നു മികച്ച സിനിമ. അതും ശരിയാണ്. ഇപ്പൊ തന്നെ ആൻസർ ആയി. കാരണം ABC ആയപ്പോൾ ABC ഉള്ള ഒരു ഓപ്ഷനിലേ വരുന്നുള്ളൂ. ഓപ്ഷൻ D ആണ്. ഓക്കെ, എല്ലാം ശരിയാണ്. നമുക്ക് നാലാമത്തെ കൂടെ നോക്കാം. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീ ആണ്. ഓപ്ഷൻ D ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോഴ് ഇന്ന് പക്ഷേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിചാരിക്കും പോലെ അത്ര ഈസി ആയിരുന്നില്ല അല്ലേ. സോ ഇനി ഇതിനുള്ള സമയമാണ്. ഓക്കെ, എത്ര പേര് 33+ നേടി? എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അതിലോട്ട് എത്താൻ പറ്റി കാണൂല, ചിലപ്പോൾ ആരും കാണത്തില്ല. ഓക്കെ, കാരണം എനിക്കറിയാം ക്വസ്റ്റ്യൻ കുറച്ച് നിലവാരമായിരുന്നു. 30+ നേടിയ ആരെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും. നന്നായി പഠിച്ചിരുന്ന ആരെങ്കിലും 30+ ഒക്കെ നേടി കാണും. 27+ കാണും. ഓക്കെ, ശരി. സോ നിങ്ങളുടെ നിലവാരം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് പുതിയ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും എനിക്കറിയാം. അറിയാത്ത ക്വസ്റ്റ്യൻസ് പഠിക്കുക. നമുക്ക് അടുത്ത പുതിയ വീഡിയോ കാണാം.